നമ്മളിൽ ഭൂരിഭാഗം പേരും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒന്നാണ് വോൾക്കാനോസ് അഥവാ അഗ്നിപർവ്വതങ്ങൾ. നിങ്ങൾക്കറിയാത്തതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരുപാട് വോൾക്കാനോ ഫാക്ട്സുമായിട്ടാണ് ഇന്ന് ക്രേസിപീഡിയ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സോ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഫാക്ട് നമ്പർ 1. നിങ്ങൾക്കറിയാമോ വോൾക്കാനോ പൊട്ടിത്തെറിക്കുമ്പോൾ എന്താണ് പുറത്തോട്ട് വരുന്നതെന്ന്? നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ ഉരുകിയ പാറ കഷ്ണങ്ങളാണ് മാഗ്മ എന്ന് വിളിക്കുന്നത്. വോൾക്കാനോസ് പൊട്ടിത്തെറിക്കുമ്പോൾ അത് പുറത്തോട്ട് വരികയും അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പുറത്തോട്ട് വന്നതിന് ശേഷം അത് ലാവയായി മാറുകയുമാണ് ചെയ്യുന്നത്. കൂടാതെ ആ ലാവ തണുത്തുറഞ്ഞതിന് ശേഷം അവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണായിരിക്കും ഉണ്ടാവുക. അതിനാൽ ഒരുപാട് പേർ അഗ്നിപർവ്വതങ്ങളുടെ താഴ്വരയിൽ കൃഷി ചെയ്യാറുണ്ട്. ഫാക്ട് നമ്പർ 2. കരയിൽ മാത്രമല്ല അഗ്നിപർവ്വതങ്ങളുള്ളത്. കൂടാതെ സമുദ്രങ്ങളിലും മഞ്ഞ് പ്രദേശങ്ങളിലും ഒരുപാട് ആക്റ്റീവും ഇന്നാക്റ്റീവുമായിട്ടുള്ള വോൾക്കാനോസ് ഉണ്ട്. കൂടാതെ ചന്ദ്രനിലും ചൊവ്വയിലും അടക്കം അഗ്നിപർവ്വതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ചൊവ്വയിലെ ഒളിമ്പസ് മോൺസ് ആണ്. ഫാക്ട് നമ്പർ 3. പസഫിക് സമുദ്രത്തിൻ്റെ ഒരു ഭാഗത്ത് റിംഗ് ഓഫ് ഫയർ എന്ന പേരുള്ള അഗ്നിപർവ്വതങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഇതിൽ 1900-ഓളം അഗ്നിപർവ്വതങ്ങൾ ഇപ്പോഴും ആക്റ്റീവാണ്. അതായത് ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കും എന്നത് ഉറപ്പാണ്. പക്ഷേ അവിടെ ആൾതാമസമില്ലാത്തതിനാൽ അവിടെ ഒരു തരത്തിലുള്ള ആളപായവും ഉണ്ടാവുകയില്ല. ഫാക്ട് നമ്പർ 4. മാഗ്മയിൽ നിന്നും പുറത്തു വരുന്ന ലാവയുടെ ചൂട് എത്രത്തോളമാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ചില അഗ്നിപർവ്വതങ്ങളിൽ 1250°C വരെ ലാവയ്ക്ക് താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ചൂടേറിയതാണ് ലാവ എന്ന്. സോ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.